ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കേണ്ട വിധം. ഹനുമാൻ സ്വാമിയെ ഭജിക്കുമ്പോൾ ഏറ്റവും പ്രധാനം ശരീരശുദ്ധിയും അതിലേറെ മനഃശുദ്ധിയുമാണ്. വ്രതശുദ്ധി, മത്സ്യമാംസാദികൾ, മദ്യം എന്നിവ പൂർണ്ണമായും ഉപേക്ഷിച്ച് വ്രതശുദ്ധിയോടെ വേണം സ്വാമിയെ ഭജിക്കാൻ. പ്രധാന ദിവസങ്ങൾ ചൊവ്വ, ശനി എന്നീ ദിവസങ്ങൾ ഹനുമാൻ സ്വാമിക്ക് വളരെ വിശേഷപ്പെട്ടതാണ്. ഈ ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് ഉത്തമമാണ്. വഴിപാടുകൾ: വെറ്റിലമാല, വടമാല, തുളസിമാല, വെണ്ണ, സിന്ദൂരം എന്നിവയാണ് സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകൾ. പാരായണം: ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നതും രാമായണത്തിലെ സുന്ദരകാന്ഡം വായിക്കുന്നതും ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗ്ഗങ്ങളാണ്. മന്ത്രജപം: ഓം ശ്രീ ഹനുമതേ നമഃ എന്ന മന്ത്രം നിത്യവും ജപിക്കാവുന്നതാണ്. ഹനുമാനെ ഭജിക്കുന്നവർ രാമനെയും വിളിക്കണം എന്നു പറയുന്നത് എന്തുകൊണ്ട്? ശ്രീരാമസ്വാമിയുടെ പരമഭക്തനാണ് ഹനുമാൻ. ഹനുമാന്റെ ജീവശ്വാസം തന്നെ രാമനാമമാണ്. എവിടെ രാമനാമം ഭക്തിയോടെ ജപിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഹനുമാൻ സ്വാമിയുടെ അദൃശ്യമായ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഹനുമാനെ നേരിട്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ സ്വാമിക്ക് സന്തോഷം നൽകുന്നത് ഭക്തർ ശ്രീരാമനെ ഭജിക്കുമ്പോഴാണ്. അതിനാൽ രാമസ്മരണയില്ലാതെ ഹനുമത് ഭജനം പൂർണ്ണമാകില്ല. ഹനുമാൻ സ്വാമിയുടെ പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കാൻ ആദ്യം ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്നോ മറ്റ് രാമമന്ത്രങ്ങളോ ജപിച്ച ശേഷം ഹനുമാനെ പ്രാർത്ഥിക്കുന്നതാണ് ശരിയായ രീതി. ഹനുമാൻ സ്വാമി ചിരഞ്ജീവിയാണോ? അതെ, ഹനുമാൻ സ്വാമി ചിരഞ്ജീവിയാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള 8 ചിരഞ്ജീവികളിൽ മരണമില്ലാത്തവർ ഒരാളാണ് അദ്ദേഹം. ശ്രീരാമൻ അവതാരലക്ഷ്യം പൂർത്തിയാക്കി വൈകുണ്ഠത്തിലേക്ക് മടങ്ങുന്ന സമയത്ത് ഹനുമാനോടും ഒപ്പം വരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ വൈകുണ്ഠത്തിൽ രാമനാമം കേൾക്കാൻ കഴിയില്ല എന്നതിനാൽ ഈ ഭൂമിയിൽ രാമനാമവും രാമകഥയും നിലനിൽക്കുന്ന കാലത്തോളം ഇവിടെത്തന്നെ തുടരാൻ തന്നെ അനുവദിക്കണം എന്ന് ഹനുമാൻ അഭ്യർത്ഥിച്ചു. അങ്ങനെ ശ്രീരാമനും സീതാദേവിയും നൽകിയ അനുഗ്രഹപ്രകാരം സജ്ജനങ്ങളെ സംരക്ഷിക്കാനും ഭക്തർക്ക് അനുഗ്രഹം നൽകാനുമായി ഹനുമാൻ സൂക്ഷ്മരൂപത്തിൽ ഇന്നും ഭൂമിയിൽ തുടരുന്നു എന്നാണ് വിശ്വാസം. നമ്മളെ ഹനുമാൻ സ്വാമി അനുഗ്രഹിക്കുന്നത് ഏതു വിധത്തിൽ? ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതിലൂടെ താഴെ പറയുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം. ധൈര്യവും ആത്മവിശ്വാസവും, അകാരണമായ ഭയം, ഉത്കണ്ഠ, ദുസ്വപ്നങ്ങൾ എന്നിവ അകറ്റി അസാമാന്യമായ ധൈര്യവും മാനസിക കരുത്തും നൽകുന്നു. ശനിദോഷശാന്തി: ശനിദോഷം, ഏഴരശനി, കണ്ടകശനി മുതലായവ അനുഭവിക്കുന്നവർ ഹനുമാനെ ഭജിച്ചാൽ ദോഷകാഠിന്യം കുറയുകയും ആശ്വാസം ലഭിക്കുകയും ചെയ്യും. ശനീശ്വരൻ ഹനുമാൻ ഭക്തരെ ഉപദ്രവിക്കില്ല എന്നൊരു വിശ്വാസമുണ്ട്. ബുദ്ധിയും വിദ്യയും: ശാരീരിക ബലത്തിനൊപ്പം തന്നെ മികച്ച ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വിദ്യയും നൽകി വിദ്യാർത്ഥികളെ സ്വാമി അനുഗ്രഹിക്കുന്നു. കാര്യവിജയം, കാര്യസിദ്ധി: ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും മറികടക്കാനും ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനും ഹനുമത് ഭജനം സഹായിക്കുന്നു. രോഗശാന്തി: ശാരീരികവും മാനസികവുമായ ആരോഗ്യവും ഊർജ്ജവും പ്രദാനം ചെയ്യുന്നു. നിത്യവും പാരായണം ചെയ്യാൻ സാധിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ ഏതെങ്കിലും പ്രത്യേക മന്ത്രങ്ങളോ ഹനുമാൻ ചാലിസയെക്കുറിച്ചുള്ള വിവരങ്ങളോ താങ്കൾക്കറിയണമെന്നുണ്ടോ? വീഡിയോ മുഴുവനായും കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടു പോകാനുള്ള വലിയ ഊർജ്ജം. അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് താഴെ കമന്റായി അറിയിക്കുക. കൂടുതൽ കിടിലൻ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക.